ചേച്ചി ചൂരപ്പാറയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാവോ? അറിയാവുന്നൊരു കാര്യം പറഞ്ഞാൽ മതി. എന്നാലും ഇവിടെ ആളുകളൊക്കെ വരാറുണ്ടോ? ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഒരുപാട് ആളുകൾ വരാറുണ്ട്. പറയൂ പറയൂ. ചേച്ചിക്ക് നാണക്കേടാണോ? അതെയല്ല, ചേച്ചി ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? അടുത്താ താമസിക്കുന്നത്. അപ്പൊ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട്. അതെ അല്ലേ? ഇവിടെ എങ്ങനെ ഇത് ഈ പാറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി അങ്ങോട്ട് പോകണോ, അതെയോ ഇവിടെ ഈ കാണുന്നൊക്കെ ഉള്ളൂ? അതെ അല്ലേ? ഇതിപ്പം ഇത് ഏത് പഞ്ചായത്താ ഇത് നിലവില്? വാത്തിക്കുടി പഞ്ചായത്ത്. ഞങ്ങള് കട്ടപ്പന. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതെല്ല, പുള്ളിയുടെ ഈ സ്ഥലം ശരിക്കും? ആ ശരി. അതെ അല്ലേ? എന്നാ ശരി, ആയിക്കോട്ടെ കേട്ടോ. ശരി. ഇത് ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടി വാത്തിക്കുടി പഞ്ചായത്തിലെ സോവിച്ചൻ എന്ന് പറയുന്ന ആളുടെ സ്ഥലത്താണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ഈ കൊച്ചു പാർക്കിലേക്കൊക്കെ ഒന്ന് പോയി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ഭംഗി ഈ സ്ഥലത്തുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. കണ്ടില്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാഹസികതയുള്ളവർക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ ഒന്ന് തൂങ്ങി അപ്പുറത്തോടെയൊക്കെ ഒന്ന് പോയിട്ട് വരാവുന്നതാണ്. രണ്ട് ചുറ്റും പൂത്ത് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള പേപ്പർ റോസുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നട്ട് വേറെ പുള്ളി വളർത്തിയിട്ടുണ്ട്. ഇതൊരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് ആക്റ്റീവായിട്ടുള്ളൊരു പാർക്കായി മാറുന്നതിൽ ഒരു സംശയമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രകൃതി ഭംഗി അങ്ങനെയാണ് കിടക്കുന്നത്. അതിൻ്റെ രണ്ട് വശത്ത് മനോഹരമായിട്ടുള്ള തേയിലക്കാടുകൾ, ഏലക്കാടുകളൊക്കെയാണ്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിഭൂമികളുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, തോപ്രാംകുടിക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുതീർന്ന കർഷകരാണെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളതിൻ്റെ പേരിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഒരു നാച്ചുറൽ ബ്യൂട്ടിയും നമ്മുടെ ഇവിടെയുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും കടന്നു വരാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ റോഡ് ഏത് വണ്ടിക്കും എപ്പോഴും ഏത് സമയത്ത് ഏത് മഴക്കാലത്തും എപ്പോഴും ഇവിടെ വരാൻ പറ്റുന്നതാണ്. ഒന്നും പേടിക്കേണ്ടതില്ല. ഉരുളുപൊട്ടും അങ്ങനത്തെ ഭീഷണികളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇതെന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വലിയ പാറയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് എപ്പോൾ വന്നാലും ഇവിടെ നല്ലൊരു കുളിർകാറ്റുണ്ട്. അതുപോലെ തന്നെ കുറേ ഇങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു ശീതളമേലൊക്കെ ഇങ്ങനെ ഇരുന്ന് നമുക്കിവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മനോഹരമായിട്ട് തിരിച്ച് വന്നിട്ട് കണ്ടില്ലേ? ഇത് പ്രകൃതി ഒരുക്കിയിട്ട പോലെയാണ് ഇവിടുത്തെ ഈ കല്ലുകളൊക്കെ എനിക്ക് തോന്നുന്നത്. പണ്ട് പാണ്ഡവന്മാരുടെ കാലത്ത് അവരിവിടെ എങ്ങാനും വല്ല സഭയൊക്കെ കൂടാൻ വന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയിപ്പിക്കുന്ന വിധമാണ് ഇവിടുത്തെ കല്ലുകളൊക്കെ ഇട്ടിരിക്കുന്നത്. ഉണ്ടാവും ഇതുപോലെ ടയറയിലൊക്കെ കയറി വേണമെങ്കിൽ ആടാമെന്നാണ്. നല്ലൊരു ഏറുമാട് ഇവിടെ പുള്ളി സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം മാത്രമല്ല, ഇങ്ങനെ പല ഏറുമാടുകൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. പിന്നെ ഇവിടെ വീടുവലി മദ്യപാനമൊക്കെ ഒന്നുമില്ല, അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കുകൾ അതൊന്നും ഇവിടെ ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല. നമ്മൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭവ സ്ഥലം കാണാൻ വന്നിരിക്കുന്നതാണ്. അത് നശിപ്പിക്കാൻ വേണ്ടിയല്ല എന്നുള്ള ധാരണയോട് കൂടി വേണം നമ്മളിവിടെ എത്തിച്ചേരാനായിട്ട്. തോപ്രാംകുടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോട് ചോദിച്ചാലും ഇവിടെ ഈ നമ്മുടെ ചൂരൽപ്പാറ പറഞ്ഞു തരുന്നതാണ്. ചൂരൽപ്പാറ എന്ന് ചോദിച്ചാൽ മതി. കണ്ടില്ലേ? ഇതെല്ലാം പുള്ളി സെറ്റാക്കിയിരിക്കുന്നതാണ്. ഇത് ഞാൻ അതിരാവിലെ എടുത്ത ഒരു വീഡിയോ ആണ്. കണ്ടില്ലേ? ഇവിടുത്തെ ഒരു മനോഹാരിത. കാരണം ഇതുപോലെ ഓരോ ഇഞ്ചും ഓരോ മുക്കും മൂലയും ഇതുപോലെ ഭംഗിയുള്ളതാണ് നമ്മുടെ ഇടുക്കിയുടെ കേട്ടോ. ഇത് മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഇവിടെയൊക്കെ പറ്റുന്നവർ വരിക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും വരെ തൽക്കാലത്തേക്ക് നിങ്ങളോട് യാത്ര പറയണം. ബൈ ബൈ, സീ യു.